ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ വന്ന് എല്ലാ പ്ലാനും പൊളിക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഗീതു എന്നൊക്കെ ദേഷ്യപ്പെട്ട് ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഗീതു ആണെങ്കിലോ ശരി ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം സുവർണ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സുവർണ ഇരിക്കും ഗീതാഞ്ജലി മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് ഇരിക്കാൻ പറയാം, നീ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുവർണയുടെ അടുത്ത്. സുവർണയാണെങ്കിലോ ഞെട്ടുന്നുണ്ട്, എന്താ ഈ മാർഗഴി ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അനാർക്കലിയും ഭാസ്കരനൊക്കെ ആണെങ്കിലോ മാർഗഴി വന്നതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നീടാണ് ഗീതു ചോദിക്കുന്നത്, എന്താണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ അറിയാതെ നടക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഗോവിന്ദ് ഓടി വരുന്നുണ്ട്. ഗോവിന്ദിനെ കണ്ട് എല്ലാവരും പേടിക്കുന്നുണ്ട്. പിന്നീട് സത്യദാസ് ഗീതു പറയുന്നത് പോലെ തന്നെ സത്യദാസ് അനാർക്കലിയുടെ മകളുടെ കാര്യം പറയുന്നുണ്ട്. ഗീതുവിനാണോ അത് ഗോവിന്ദ് അറിയുമോ എന്നുള്ള പേടി നന്നായിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നുണ്ട് ഗോവിന്ദ് സത്യദാസിൻ്റെ മേത്ത് തോക്ക് ചൂണ്ടി നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ തോക്ക് കുറേയായി വാങ്ങി വെച്ചിട്ട് ഇതുവരെ പൊട്ടുവോ ഇല്ലയോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല, അതിനുള്ളൊരു തല നോക്കി നടക്കുകയായിരുന്നു, ഇപ്പോഴാണ് ഒരു തല കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ തലയിൽ തോക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഭാസ്കരനാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. അയാളെ പേടിച്ചിട്ട് അയ്യോ ഒന്നും ചെയ്യരുതേ എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവിന്ദാണെങ്കിലും ഇല്ല ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ തലയിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട്, തന്നെ കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും എനിക്കറിയാടോ, താൻ ഭാസ്കരനാണെന്നും താനും അനാർക്കലി ആ പഴയ CI കൃഷ്ണകുമാറും കൂടി ചേർന്നിട്ട് നാടകം കളിച്ചിട്ടാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്നും ഒക്കെ എനിക്കറിയാടോ, രാധികാമ്മയും വരുണും ഒക്കെ തൻ്റെ ആളുകളാണെന്നും അതൊക്കെ എനിക്കറിയാമായിരുന്നു, ഞാൻ ഇതൊക്കെ അന്നേ അറിഞ്ഞതാണ്, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ ഗോവിന്ദ് ഭാസ്കരനോട് പറയുന്നുണ്ട്. ഭാസ്കരനാണെങ്കിലും അതൊക്കെ കേട്ട് പേടിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.